എന്താണ് വിജയത്തിൻ്റെ എന്ന് പൂർണ്ണമായി പറഞ്ഞുകൂടാ. നമ്മളൊരു വിജയത്തിൻ്റെ യാത്രയിലേക്കാണ്. ഒരു വിജയം അവിടെ ഉണ്ട്, അതിനകത്തേക്ക് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രൈവിങ്ങിൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ലക്ഷ്യസ്ഥാനത്ത് തീർച്ചയായിട്ടും ഇത്രത്തോളം വളരെ ഫാസ്റ്റായിട്ട് എത്തിയത് ആ യാത്ര എത്രത്തോളം വിജയം ആക്കാനുള്ള അതിൻ്റെ രഹസ്യമുണ്ട്. കാരണം ഈ യാത്രയിലുടനീളം ബ്രേക്ക് ഇല്ലായിരുന്നു. ഇല്ല, 93 തുടങ്ങിയ യാത്രയ്ക്കകത്ത് ബ്രേക്ക് ഇല്ലായിരുന്നു. പല സമയത്തും ഡിപ്സ് ഉണ്ടായിട്ടുണ്ട്. അത് അഫ്കോഴ്സ്, കാരണം റോഡിൽ എന്തായാലും ഉണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമാണ് എൻ്റെ ബിസിനസ്. എൻ്റെ കോൺസെൻട്രേഷൻ ഇതിനകത്തുണ്ട്. പലപ്പോഴും എല്ലാ സമയത്തും എനിക്ക് സപ്പോർട്ടായി നിന്ന ഒരു പറ്റം സ്റ്റാഫുണ്ട്. എപ്പോഴും കുറച്ച് ആൾക്കാർ പോയി കഴിഞ്ഞാലും പുതിയൊരു നല്ലൊരു ടീം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ബേസിക്കലായിട്ട് 5-10 വർഷമായിട്ട് നിന്നൊരു ടീം നമ്മുടെ കൂടെയുണ്ട്. പിന്നെ അത് കുറേ ദൈവാനുഗ്രഹം എന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളും എപ്പോഴും നമുക്ക് അനുകൂലമായി വരാറുണ്ട്. അതായത് വെൻഡേഴ്സിൻ്റെ സപ്പോർട്ട്, ഈ നോർത്ത് കേരള റീജിയണിൽ വെൻഡേഴ്സ് ഈ കമ്പനികൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടിയത് ഞങ്ങൾക്ക് കുറേ മുന്നോട്ട് വരാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചു. പിന്നെ ബേസിക്കലി ആൾക്കാരോട് നന്നായി പെരുമാറാൻ കഴിയുന്നു, അല്ലെങ്കിൽ വെൻഡർ ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും അവരെ നന്നായി മാനേജ് ചെയ്യാൻ കഴിയുന്നു. മാനേജ് ചെയ്യുന്നതിനേക്കാൾ ഒരു ട്രാൻസ്പെറൻ്റായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. വളരെ ട്രാൻസ്പെറൻ്റായിട്ടാണ് നമ്മുടെ സ്റ്റാഫിനോടാണെന്നുണ്ടെങ്കിലും ശരി, നമ്മുടെ കമ്പനികളോടാണെങ്കിലും ശരി, നമ്മുടെ സപ്ലയേഴ്സ്, വെൻഡേഴ്സ്, കസ്റ്റമേഴ്സ് എല്ലാവരും ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പർമാരായിട്ട് ആ രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. കാരണം സപ്ലയർ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മെറ്റീരിയൽ വരത്തുള്ളൂ, മെറ്റീരിയൽ വന്ന് സ്റ്റാഫ് ഉണ്ടെങ്കിലേ സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, സപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ഉണ്ടെങ്കിലേ സപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരു ചെയിനാണ്. അപ്പം ഞങ്ങളുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ടീമാണ്. അപ്പോൾ ഇവരെ ഒരാളെ നമുക്ക് ഒഴിവാക്കി നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യബോധം നമ്മൾ മനസ്സിലുണ്ട്. ആ യാഥാർത്ഥ്യബോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. കാരണം ആർക്കും നമ്മൾ ഫേവർ ചെയ്യുന്നതല്ല. കാരണം ഇതെല്ലാം അനിവാര്യതയാണ്. സ്റ്റാഫിനെ മാനേജ് ചെയ്യേണ്ടതും വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ടത് അനിവാര്യതയാണ്. കസ്റ്റമറെ മാനേജ് ചെയ്യേണ്ടതും അതേപോലെ വെൻഡറെ മാനേജ് ചെയ്യേണ്ടതും അനിവാര്യതയാണ്. കാരണം അത് അവരെ ഡിസേർവ് ചെയ്യുന്നു. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് നിലനിൽക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് ജീവിതത്തിൽ അങ്ങനെ വലിയൊരു വിജയത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിജയത്തിൽ ഓരോ സമയത്ത് ഞാനിങ്ങനെ പല കമ്പനികളെ റോൾ മോഡലായിട്ട് കണ്ടിട്ടുണ്ട്. പലപ്പോഴും പല കമ്പനികളും ഇതേപോലെ നമ്മുടെ കോമ്പറ്റീഷൻ കമ്പനികൾ പലരും സിസ്റ്റമാറ്റിക്കലായിട്ട് ചെയ്യുന്ന. ഇപ്പം ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഈ IT ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 6 മാസം മുമ്പ് ടൈപ്പായി എന്ന് പറഞ്ഞാൽ ആൾഡസ് ക്ലിയർ ട്രേഡ്സ് ആൻഡ് സ്പോർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതിനകത്ത് അതിൻ്റെ CEO ജോർജ് എന്ന് പറഞ്ഞൊരാളാണ്. അപ്പം അതൊക്കെ റീസെൻ്റായിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ ആളുടെ ഒരു മാനേജ്മെൻറ്റും അക്കൗണ്ട്സിനകത്തുള്ള ഡിസിപ്ലിനും അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെൻറ്റും അവരുടെ പോളിസിയും ഒക്കെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് റീസെൻ്റായിട്ടാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലൊരു മോട്ടിവേഷൻ തോന്നിയ ഒരാളെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ഗാന്ധിജിയാണ്. കാരണം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് ചിന്തിക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ. കാരണം ബാക്കി വേറെ എന്ത് കാര്യങ്ങളും മറ്റുള്ളവരെ സ്വാധീനിച്ച് മറ്റുള്ളവരെ ഫോക്കസ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജീവിതത്തെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. കാരണം അതാണ് ഏറ്റവും വലിയ വിപ്ലവം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് പറയുക, പിന്നെ വേറെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾക്കതിനകത്ത് ഒഴിവാകും. അത് വേറെ സത്വമാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പെർഫെക്റ്റ്നെസ്. കാരണം അത് ഏറ്റവും വലിയ ചലഞ്ചാണ്. കാരണം നാളെ ചോദിക്കും എൻ്റെ ജീവിതം എന്താ വെച്ചാൽ നീ ഇങ്ങനെ കാണിച്ചത് നിൻ്റെ സന്ദേശമാണ്, ചോദ്യം നേരെ വരും. പൂർണ്ണമായ ഒരു കോൺഫിഡൻസോടുകൂടി പറയാൻ കഴിയുക അത് തന്നെ വലിയൊരു കാര്യം. അതൊരു ഭയങ്കര സംഭവമാണ്. അതാണ് നമ്മുടെ റോൾ മോഡൽ. അത് ഞാനിങ്ങനെ അതൊന്നും ഇങ്ങനെ ജീവിതത്തിൽ ആലോചിച്ചില്ല. ഞാനിങ്ങനെ പലപ്പോഴായിട്ടിരുന്ന കാര്യം വെച്ചാൽ ഞാൻ നമ്മുടെ ഒരു ബാച്ചിൽ സെൻഡ് ഓഫ് കഴിഞ്ഞ സമയത്ത് കുട്ടികൾ എനിക്കൊരു മാർബിളിനകത്ത് ഒരു ഗാന്ധിജിയുടെ പടം കൊത്തിയിട്ട് അതിനടിയിൽ ഒരു വേർഡിങ്സ് എഴുതിയിട്ട് എനിക്ക് തന്നു. ആൻ ഐ ഫോർ ആൻ ഐ വിൽ മേക്ക് ഓൾ വേൾഡ് ബ്ലൈൻഡ് എന്ന് വെച്ചാൽ കണ്ണിന് വേണ്ടി മാത്രമുള്ള കണ്ണ് ലോകത്തെ മുഴുവൻ അന്ധകാരത്തിലാക്കും എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് തുറന്ന് കാര്യങ്ങൾ കാണുകയും അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയും അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കണ്ണിനർത്ഥമുള്ളൂ. അപ്പം ഒരു കണ്ണിന് വേണ്ടി മാത്രമുള്ള കണ്ണ് ലോകത്തെ മുഴുവൻ അന്ധകാരമാക്കും. അപ്പോൾ ഞാനിതെൻ്റെ എൻ്റെ പുറകിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഞാനിതിങ്ങനെ പലപ്പോഴും ഞാനും ഇത് മാത്രമായിരിക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ചില സമയത്ത് രാവിലെ തുറക്കുന്ന സമയത്ത് കുട്ടികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് മാത്രമായിട്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഗാന്ധിജിനെ പല കാര്യങ്ങളൊക്കെ ആലോചിക്കും. ഞാൻ ബേസിക്കലി ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അപ്പോൾ പിന്നെ രാഷ്ട്രീയത്തിലൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അപ്പോൾ ഞാൻ ഈ ഗാന്ധിജിയായിട്ട് അത്ര വലിയൊരു സമ്പർക്കമൊന്നും നമുക്കില്ല. പക്ഷേ ഇതിങ്ങനെ വെച്ച് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ പല ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ പറയുന്നതും ചെയ്യുന്നതുമായിട്ട് യാതൊരു ബന്ധവും കാണാത്തപ്പോൾ ഞാൻ ഇതിനകത്തെല്ലാം ഒരു അപവാദം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയാണ്. അയാൾ തന്നെ പറയണേ എൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ കൂടെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം. കാരണം പുള്ളി അത്രയ്ക്കും താഴ്മതിയിലുള്ളൊരുത്തിന് മാത്രമേ അത് പറയാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള എപ്പോഴത്തും വെല്ലുവിളി നമുക്കങ്ങനെ പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലും നല്ലതിനെ കണ്ടല്ലേ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കങ്ങനെ ഒരിക്കലെങ്കിലും നമുക്കങ്ങനെ പറയാൻ കഴിയുമോ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് എനിക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് എന്നെപ്പോലെ നിങ്ങളെപ്പോലെയും എന്താണ് നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന ഏതൊരാളുടെയും വെല്ലുവിളിയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയും. ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ
നല്ലൊരു ടെക്നോളജി കമ്പനിയായിട്ട് അറിയപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ടെക്നിക്കലി വളരെ സോളിഡ് ആയിട്ടുള്ളൊരു കമ്പനി. അതായത് നമ്മളെ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ആ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമുക്കും അത് 100% സക്സസ് ആകും എന്ന് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റുന്നൊരു കമ്പനിയായിട്ട് ഞങ്ങൾ മാറും. അതായത് ഏതൊരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഏൽക്കുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ ഞങ്ങളുടെ പെർഫോമൻസ് ഉള്ളെങ്കിലും ആ പെർഫോം ചെയ്യുന്ന ഏരിയയിൽ 100% റിലയബിൾ ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണെന്ന് നമുക്കും തോന്നണം, കസ്റ്റമർക്കും തോന്നണം. അത് നമുക്ക് തോന്നണം, എന്നാലേ കസ്റ്റമർക്ക് തോന്നുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഉറപ്പുണ്ട് നമ്മൾ ഒരു കാര്യം ഏറ്റാൽ അത് ഏറ്റവും വൃത്തിയായിട്ടും കൃത്യമായിട്ടും നടക്കും. അതിനകത്തൊരു വീഴ്ച ഉണ്ടാവില്ല. കാരണം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു 100% ഡെഡിക്കേഷനുള്ള ഒരാൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. മാനേജ്മെൻറ്റും സ്റ്റാഫും എല്ലാം ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് വേണ്ടി 100% ഡെഡിക്കേറ്റഡ് ആണെന്ന് നമുക്ക് ബോധ്യം വരണം. അത് കസ്റ്റമർക്ക് അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, സ്റ്റിക്ക് ചെയ്യണം. അതാണ് ആഗ്രഹം. വളരെ സന്തോഷം. താങ്ക് യു. ശ്രീ TJ സന്തോഷുമായുള്ള അഭിമുഖം ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവേശ്വരൻ അദ്ദേഹത്തിനും അദ്ദേഹത്തെ കുടുംബത്തിനും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.